നമസ്കാരം. അധികാരത്തിന്റെ ഹുങ്ക്, ധാർഷ്ട്യം. ഒരുപക്ഷെ ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഫലപ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിന് ഏറ്റിട്ടുള്ള ഏറ്റവും വലിയ പരാജയത്തിന് കാരണം അതാണ് എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് പലപ്പോഴും രാഷ്ട്രീയ കേരളം എത്തിയിട്ടുണ്ട്. മുൻ മേയറായിരുന്ന ലോകത്തേക്ക് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് അധികാരത്തിലേറിയിട്ടുള്ള മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഏറ്റവും വലിയ അഹങ്കാരത്തിന്റെ മറുപടിയാണ് ഈ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അത്തരം വിവാദ വിഷയങ്ങൾ, നിഗമനങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ഇങ്ങോട്ടാണ് BJPയുടെ ഏറ്റവും വലിയ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഉറപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് BJPയുടെ ഏറ്റവും പ്രമുഖ മുഖങ്ങളിൽ ഒന്നായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാന മുഖങ്ങളിൽ ഒന്നായിട്ട് മുൻ DGP ആയിട്ടുള്ള R ശ്രീലേഖയെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തതാണ്. പിന്നീട് അങ്ങോട്ട് ശാസ്തമംഗലത്തെ കൗൺസിലറായിട്ട് R ശ്രീലേഖ അധികാരത്തിലേറുന്നു. പിന്നീട് 2 ദിവസങ്ങൾക്കപ്പുറത്താണ് കൗൺസിലർ ഓഫീസ് CPMന്റെ നേതാവ് കൈയടക്കി വെച്ചിരിക്കുകയാണ്. വട്ടിയൂർക്കാവ് MLAയുടെ കൈവശത്താണ് കൗൺസിലർ ഓഫീസ് ഉള്ളത്. ആ ഓഫീസ് മുറിയിൽ സൗകര്യങ്ങളില്ല എന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത്, വിവാദമുണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും അവസാനമായിട്ട് ആ കാണുന്ന കൗൺസിലർ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ആ ഒരു ബോർഡ്, വട്ടിയൂർക്കാവ് MLA അഡ്വക്കേറ്റ് VK പ്രശാന്തിന്റെ ഓഫീസ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു ബോർഡ്, അത് ഉടനടി തന്നെ അഴിച്ചു മാറ്റും എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, R ശ്രീലേഖയുമായുള്ള തർക്കത്തിന് പിന്നാലെ VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മരുതൻകുഴിയിലെ പുതിയ ഓഫീസിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ് തീരുമാനം. തുടക്കം മുതൽ തന്നെ ഇത്തരമൊരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾ കൃത്യമായിട്ട് നടപടികളിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നടപടിക്ക് നിയമത്തിന് അനുസൃതമായിട്ടാണ് ഇവിടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നും വാടക അത് ചെറിയ തുകയാണെങ്കിലും കൃത്യമായ ആ വാടക തുക നൽകിക്കൊണ്ടാണ് തങ്ങൾ ഇവിടെ തുടരുന്നത് എന്നൊക്കെ VK പ്രശാന്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾ ഇവിടെ നിന്ന് ഈ കാലാവധി കഴിയുന്നത് വരെ ഇവിടെ തന്നെ തുടരും എന്നുള്ള ഒരു തീരുമാനത്തിൽ, കടുത്ത തീരുമാനത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാ പ്രശ്നങ്ങൾക്കൊന്നും ഒരു അവസരം വേണ്ട എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. BJP നേതാവും കൗൺസിലറുമായിട്ടുള്ള R ശ്രീലേഖയുമായുള്ള തർക്കത്തിനിടെയാണ് VK പ്രശാന്ത് MLA ഓഫീസ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മരുതൻകുഴിയിലേക്ക് പുതിയ ഓഫീസ് പ്രവർത്തനങ്ങൾ മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഇനി മുന്നോട്ടേക്ക് ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ്, അതിലാണ് ഏക പ്രതീക്ഷ ഇടതുപക്ഷത്തിനുള്ളത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും അധികാരത്തിന്റെ മുഖമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള പരാജയത്തിന്റെ അങ്ങേ അറ്റത്തേക്ക് പോകുമെന്നുള്ള ഒരു പേടി ഇടത് നേതാക്കന്മാരിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ഇത്തരത്തിൽ തന്റെ നിലപാടിൽ ഉറച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ഈ ഒരു മാറ്റം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കിടയിൽ ഉയരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ ഇനിയും അധികാരത്തിന്റെ ധാർഷ്ട്യം കാണിച്ച് അഹങ്കാരം കാണിച്ച് നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ തങ്ങളെ പാടെ കഴിയുമെന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അങ്ങനെയുള്ള വിലയിരുത്തലും നിഗമനവും ഒക്കെ വരുമ്പോൾ ഇപ്പോൾ പാർട്ടി ഓഫീസ് MLA ഓഫീസ് അത് ഒഴിയാനുള്ള തീരുമാനത്തിലേക്ക് തന്നെ പോയിരിക്കുകയാണ് VK പ്രശാന്ത് MLA എന്നുള്ളതാണ്. മരുതൻകുഴിയിലാണ് ഇപ്പോൾ പുതിയതായിട്ട് പ്രവർത്തിക്കാൻ പോകുന്ന ഓഫീസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും അടുത്തു വരുന്ന റിപ്പോർട്ട്. ഇവിടത്തേക്ക് പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ മാറ്റുമെന്നാണ് സൂചന. നേരത്തെ ഇരുവരും തമ്മിലുള്ള ഓഫീസ് കെട്ടിട തർക്കം വലിയ രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരമേറ്റത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു ഓഫീസ് കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉടലെടുക്കുന്നതും. ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ കൗൺസിലർ ഓഫീസും VK പ്രശാന്ത് MLAയുടെ ഓഫീസും ഒരേ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. കൗൺസിലർ ഓഫീസിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാണിച്ച് VK പ്രശാന്ത് MLAയോട് ഓഫീസ് ഒഴിയാമോ എന്ന് R ശ്രീലേഖ ആവശ്യപ്പെട്ടതോടെയാണ് ഈ വിഷയത്തിൽ വിവാദം ഉടലെടുക്കുന്നത്. കോർപ്പറേഷനാണ് കരാറിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം തനിക്ക് വാടകയ്ക്ക് തന്നിരുന്നതെന്നും മാർച്ച് വരെ കാലാവധി ഉള്ളതുകൊണ്ട് താൻ ഇവിടെ നിന്ന് ഒഴിയണം എന്നില്ല എന്നുള്ള നിലപാടും പിന്നീട് VK പ്രശാന്ത് MLA സ്വീകരിക്കുകയായിരുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ അത് മയപ്പെടുത്താനുള്ള നടപടികളും ചിലയിടങ്ങളിൽ ഉണ്ടായി എന്നുള്ളതാണ് സൂചന. എന്തായാലും ഓഫീസ് ഒഴിയണമെന്നുള്ള അഭ്യർത്ഥന അതാണ് ശ്രീലേഖ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് R ശ്രീലേഖയുടെ പ്രതികരണമടക്കം വന്നു കഴിഞ്ഞു. എന്തായാലും ഇത്തരത്തിൽ ഓഫീസ് ഒഴിയുന്നത് വരെ ചെറിയ സ്ഥലത്ത് ഓഫീസ് തുടരുമെന്നുള്ള സൂചന നൽകിക്കൊണ്ട് R ശ്രീലേഖ വീണ്ടും രംഗത്തെത്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. പിന്നീട് കൗൺസിലറായിട്ട് സജീവ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. കൗൺസിലർ ഓഫീസിലെ പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അവർ അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഓഫീസിന്റെ ഒരു ഭാഗത്ത് നിറയെ മാലിന്യങ്ങളായിരുന്നു. ആ മാലിന്യങ്ങളടക്കം
ഓഫീസിലേക്ക് വന്നതിന് ശേഷം ആർ ശ്രീലേഖയുടെ നേതൃത്വത്തിൽ മാറ്റുന്നതടക്കമുള്ള കാര്യങ്ങളാണ് നടന്നത്. ഇപ്പോഴത്തെ ഇത്തരത്തിൽ ആർ ശ്രീലേഖയും MLA വി കെ പ്രശാന്തും ഒക്കെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രവർത്തനങ്ങൾ തുടരുന്നു എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ അത് മാറാൻ പോകുന്നു, അവിടെ നിന്ന് ഓഫീസ് മാറ്റാൻ പോകുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്ന ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായതുപോലുള്ള ഒരു പരാജയത്തിന്റെ ഭീതി ഭയപ്പെട്ടിട്ടാണോ ഇങ്ങനൊരു തീരുമാനമെടുത്തത്? അതല്ല, ഇത്തരത്തിലൊരു വിവാദത്തിന്റെ ഒരു അവസ്ഥ വേണ്ട എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണോ തീരുമാനം എന്നൊക്കെ എന്തായാലും സംശയമാണ്. പക്ഷെ തുടക്കം മുതൽ തന്നെ തങ്ങൾ ചെയ്തത് തെറ്റല്ല, അല്ലെങ്കിൽ തങ്ങളുടെ നിലപാട് ശരിയായിരുന്നു എന്ന് വി കെ പ്രശാന്ത് പറഞ്ഞ് ഉറച്ചു നിൽക്കുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്നിങ്ങനെ ഓഫീസ് മാറുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതുവരെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആ നിലപാടുകളെല്ലാം തെറ്റായി പോയിരുന്നോ, കോർപ്പറേഷന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തായാലും ഇരുവരും തമ്മിലുള്ള സൗഹൃദം അത് മാനിച്ചൊക്കെ തന്നെയാണ് തങ്ങൾ ഇത്തരത്തിൽ ഓഫീസ് മാറുന്നത് എന്നതടക്കമുള്ള സൂചനകൾ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആർ ശ്രീലേഖയെ സംബന്ധിച്ച് അവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ ശരിയാണ്. കൗൺസിലർ ഓഫീസിൽ MLA സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് എന്നതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ബാത്റൂമിലായിരുന്നു പല ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബാത്റൂമിൽ ചില പേപ്പർ വർക്കുകളുടെ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള ചില രേഖകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി മാറി ഇപ്പോൾ ഒരു സാധാരണ രീതിയിലേക്ക് ഒരു ഓഫീസായി പ്രവർത്തിക്കാൻ ആർ ശ്രീലേഖയ്ക്ക് വഴി ഒരുങ്ങുന്നു എന്നുള്ള നിഗമനമാണ് പുറത്തേക്ക് വരുന്നത്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കാലാവധി കഴിയാനൊന്നും കാത്തു നിൽക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ MLA ഓഫീസായി പ്രവർത്തിച്ചിരുന്ന പ്രശാന്തിന്റെ ഓഫീസ് ആർ ശ്രീലേഖയുടെ കൗൺസിലർ ഓഫീസിന്റെ സമീപത്ത് നിന്ന് മാറ്റി മരുതൻകുഴിയിലെ പുതിയ ഓഫീസിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത് എന്താണ് യഥാർത്ഥത്തിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്നത് വ്യക്തമല്ല എങ്കിൽ പോലും ഒരു വിവാദത്തിന് ഇനിയൊരു ഇട വേണ്ട എന്നുള്ള രീതിയിലേക്കാണ് ആ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും MLA ഓഫീസ് മാറ്റുന്നു എന്ന് പറയുമ്പോൾ വിവാദങ്ങൾക്ക് ശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ ആദ്യം തന്നെ ഉള്ളത് കഴിഞ്ഞ 5 വർഷത്തോളമായിട്ട് വി കെ പ്രശാന്തും അവരുടെ കൂട്ടാളികളും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ഈ ഒരു MLA ഓഫീസിന്റെ ചുറ്റുപാടാണ് വളരെയധികം വൃത്തികെട്ട രീതിയിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം കുന്നുകൂടി കിടക്കുന്ന രീതിയിൽ ഒട്ടും വൃത്തിയില്ലാത്ത രീതിയിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ഓഫീസ് ശ്രീലേഖ ഇവിടെ കൗൺസിലറായി പ്രവർത്തിക്കാൻ വേണ്ടി വന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ വൃത്തിയാക്കി എന്നത് ഒരുപക്ഷെ അവർക്കൊരു നാണക്കേടായി തോന്നിയിരിക്കണം എന്നുള്ളതാണ്. അതേ സമയത്ത് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ആർ ശ്രീലേഖ അവരുടെ ഒരു ഒഫീഷ്യൽ ബോർഡ് അവിടെ വെക്കുകയുണ്ടായി. അതായത് വി കെ പ്രശാന്ത് MLA പേര് നെയിം ബോർഡുള്ള അതേ സ്ഥലത്ത് ഒരു പടി മുകളിലായിട്ടാണ് ഈ ശ്രീലേഖ കൗൺസിലറുടെ മുൻ IPS ഉദ്യോഗസ്ഥയായിരുന്ന DGP ആയിരുന്ന ശ്രീലേഖയുടെ പേര് നെയിം ബോർഡ് രേഖപ്പെടുത്തിയിരുന്നത് എന്നുള്ളതാണ്. ആ ഒരു നെയിം ബോർഡ് മുകളിലേക്ക് വച്ചതും വലിയ രീതിയിൽ വിവാദമായി. MLA-യേക്കാൾ ഒരുപടി മുകളിൽ ശ്രീലേഖ എന്നുള്ള തരത്തിലടക്കം സമൂഹ മാധ്യമങ്ങളിൽ ആ ഒരു നെയിം ബോർഡ് വച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നു. അങ്ങനെ തുടരെ ഓരോ ദിവസവും ആർ ശ്രീലേഖയും ആർ ശ്രീലേഖയുടെ ഓഫീസും വി കെ പ്രശാന്ത് MLA-യുടെ പേരും സജീവമായി സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുകയാണ്. അത് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടോ എന്നതടക്കം വിലയിരുത്തിയിട്ടായിരിക്കണം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് വി കെ പ്രശാന്ത് MLA-യുടെ ഓഫീസ്, വി കെ പ്രശാന്ത് MLA പാർട്ടിയൊക്കെ എത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വരും മണിക്കൂറുകളിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ കൗൺസിലർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ആ ഓഫീസ് ഒഴിഞ്ഞു കൊടുക്കുന്നു എന്ന തരത്തിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്.